എല്ലാവർക്കും മലയാളത്തിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിലെ ആദ്യ ബജറ്റ് ഈ വരുന്ന ജൂലൈ 23-ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോവുകയാണല്ലോ. പ്രധാനമായും രണ്ട് ഘടകങ്ങൾ കൊണ്ട് ഈ ബജറ്റ് ഏറെ ശ്രദ്ധേയമാണ്. ഒന്ന്, മികച്ച റവന്യൂ ഗ്രോത്ത്. രണ്ട്, റിസർവ് ബാങ്ക് ഗവൺമെൻറ് നൽകിയ റെക്കോർഡ് ഡിവിഡൻഡ്. അതുകൊണ്ട് തന്നെ ബജറ്റിൽ ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ബജറ്റിലെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ? ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം, മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നു, ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മൂന്നാമത്തെ മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ്. കഴിഞ്ഞ 2 തവണയിൽ നിന്ന് വ്യത്യസ്തമായി സഖ്യകക്ഷി സർക്കാർ എന്നുള്ള ഒരു പശ്ചാത്തലമുള്ളതിനാൽ ഈ വരാൻ പോകുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിന് സ്വാഭാവികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ ഒരു പ്രാധാന്യമുണ്ട്. വിപണികൾക്കും അത് പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ചോദിക്കുമ്പോൾ പ്രധാനമായും കഴിഞ്ഞ ഒന്നിലും രണ്ടിലും ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ്, ഒരു ഔട്ട് റൈറ്റ് മെജോറിറ്റി ഉള്ളതിൻ്റെ ഒരു കോൺഫിഡൻസിൽ അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു സ്ട്രാറ്റജിക് ഗ്രോത്തും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും നിലനിർത്താൻ ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ വലിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാവോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്രയധികം സർപ്രൈസുകൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ല, ഇതൊരു പൊളിറ്റിക്കൽ ബജറ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ, ജാർഖണ്ഡ്, ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഈ ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എത്രമാത്രം പൊളിറ്റിക്കലി അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ ടാർഗറ്റ് ചെയ്ത ഡിസിഷൻസ് ഈ ബജറ്റിൽ ഉണ്ടായിരിക്കും? അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോഴത്തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ലോക്സഭയിലേക്കുള്ളതും നിയമസഭയിലേക്കുള്ള വോട്ടിംഗ് പാറ്റേൺ 2 രീതിയിലാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പല രീതിയിലും പല മുൻ അനുഭവങ്ങളിലൂടെയും ഇത്തവണത്തെ ഇതിലുമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വരാനിരിക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാനയാണ് പ്രധാനമായിട്ട് ഈ ഒക്ടോബറിൽ വരാനിരിക്കുന്നത്. നിർണായകമാണ് ഇപ്പോഴത്തെ NDA സർക്കാരിനെ സംബന്ധിച്ച്. പക്ഷേ എന്നിരുന്നാലും അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രത്യേക തീരുമാനങ്ങളോ ആ രീതിയിലോട്ടുള്ള പോകുന്ന കരുതുന്നില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ച് നെഗറ്റീവാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള ഇപ്പോൾ പ്രധാനമായിട്ട് PLA സ്കീമുകളായിരുന്നു ആദ്യ സർക്കാരുകളുടെയൊക്കെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. 14 സെക്ടറിലേക്ക് PLA നൽകിയിരുന്നത്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്. പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് വളർത്താനും അതിനോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സംഭവം പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനൊരു പീരിയോഡിക് റിവ്യൂ ഈ ഇലക്ഷന് മുന്നേ തന്നെ സർക്കാർ തുടങ്ങിയിരുന്നു. ഈ ജനുവരി സമയത്ത് 14 സെക്ടറിലേക്ക് PLA ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് തിരക്കിയിരുന്നു. അപ്പോൾ അവിടെ അതിനെ ഒന്ന് പുതുക്കുക, അല്ലെങ്കിൽ എവിടെയാണ് ഷോർട്ട് ഫോൾ ഉണ്ടായിരിക്കുന്നത് അതിനെ മറികടക്കുന്ന ഒരു തീരുമാനങ്ങളുണ്ടാവാം. അതേപോലെ തന്നെ ഞാൻ സർപ്രൈസ് നിന്ന് ചോദിച്ച സ്ഥിതിക്ക് പറയുകയാണെങ്കിൽ NPS, ന്യൂ പെൻഷൻ സ്കീമിൻ്റെ അതിൻ്റെ അകത്ത്, അതായത് ഒരു ഗ്യാരണ്ടീഡ് ഇൻകം തരുന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റുള്ള സാധ്യത വളരെയേറെ കാണുന്നുണ്ട്. അതിപ്പം ഈ ജൂലൈ പ്രഖ്യാപിക്കണമെന്നില്ല, പക്ഷേ അടുത്ത ഫെബ്രുവരിയിലായാലും വരാം. അതിനുള്ള വലിയ സാധ്യത കാണുന്നുണ്ട്. കാര്യം 30 വർഷത്തിലേക്ക് മുകളിൽ തന്നെ ഒരു കോൺട്രിബ്യൂഷനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറിയുടെ ഒരു 40% ഒരു നിലവിൽ റിട്ടേൺ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴത്തെ NPSന് കഴിയുമെന്ന് PFIയുടെ ചെയർമാനൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ് സർവീസിലൊക്കെ, സെൻട്രൽ ഗവൺമെൻറ് സർവീസിലൊക്കെ 30 വയസ്സിന് മുന്നെയാണ് ജനറൽ കാറ്റഗറിക്ക് കയറേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം റിട്ടയർമെൻറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ 30 വർഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഷോർട്ട് ഫോൾ, അല്ലെങ്കിൽ അവിടെ അധികമായിട്ട് ആവശ്യം വരും, ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ആവശ്യമായി വരുന്ന ഒരു ഫണ്ട് കൊടുക്കാൻ നേരത്തെ പറഞ്ഞാൽ RBIയുടെ ഡിവിഡൻഡുള്ള സഹിതമുള്ള കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ NPSൽ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത് അഗ്നിവീറാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അഗ്നിവീറിൽ പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും അതെല്ലാം ഭയങ്കരമായിട്ടും പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയൊക്കെ മെസ്സേജ് കൊടുക്കുന്ന സംഭവമാണ്. ഈ NPSും അഗ്നിവീറും ആയിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെ ഇനി എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വിപണിയായാലും സാമ്പത്തിക വിദഗ്ധരായിട്ട് ശ്രദ്ധിക്കുന്ന MSMEയുടെയാണ് ആ ഫിനാൻഷ്യൽ ഇക്കോസിസ്റ്റം. കരിച്ച ഇന്ത്യൻ എക്കണോമിയുടെ ഒരു നട്ടെല്ല് തന്നെയാണ്. ഏറ്റവും ഇപ്പം കോൺട്രിബ്യൂഷൻ വൈസ് ടോപ്പിലല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വളരെയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യം കൊണ്ടുപോകണമെങ്കിൽ ഇവിടുത്തെ MSME വളരണം. അതോടൊപ്പം തന്നെ കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന ഒരു സെക്ടറോടാണ് MSME. അപ്പോൾ അവിടെ അവരുടെ ഫിനാൻഷ്യൽ എക്കോസിസ്റ്റം ബെറ്റർ ആക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനമായിരിക്കും ഈ ഒരു ബജറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ ബജറ്റിൽ നമ്മൾ മൊത്തം പറയുന്ന കാര്യങ്ങളെ നമ്മൾ 4 ബ്രാക്കറ്റിലാക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ബ്രാക്കറ്റ് തീർച്ചയായിട്ടും അടിസ്ഥാന വികസനം ആണ്. രണ്ടാമത്തെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. 3 എന്ന് പറയുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളാണ്, വെൽഫെയർ സ്കീമുകളാണ്. 4 എന്ന് പറയുന്നത് വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന BJP മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. ഈ സങ്കല്പത്തിലേക്ക് വേണ്ടിയുള്ള ചില പ്രൊജക്റ്റുകളാണ്.
ഈ 4 കാറ്റഗറികളിലായിട്ടായിരിക്കാം പ്രഖ്യാപനങ്ങളെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 2 ലക്ഷം കോടി ഇവരെന്ത് ചെയ്യും? എന്തൊക്കെയായിരിക്കും 2 ലക്ഷം കോടിയുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ? പിന്തുവിനെ അസ്യൂം ചെയ്യാമോ? അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും 3ആയിട്ട് വേണം നമുക്കൊരു തീരുമാനത്തെ തിരിക്കാൻ കഴിയും. ഒന്നെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് ഒരു കൂടുതൽ കോൺട്രിബ്യൂഷൻ അലോക്കേഷൻ നൽകി അതിന് ഇച്ചിരി പരിഷ്കരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് PM കിസാൻ 9,000 പെർ ആനം ആക്കുമെന്ന് പറയുന്നുണ്ട്. നിലവിൽ 2000 വെച്ചുള്ള 3 ട്രാൻഷ വഴി 3 ഗഡുക്കളായി 6,000 രൂപ കിട്ടുന്നത് 50% വർദ്ധനയോടെ 9,000 ആക്കുമെന്ന് പറയുന്നത് പോലെ അല്ലെ 8,000. എന്തായാലും അവിടെ ഒരു ഇൻക്രിമെൻറ്റ് കൊടുക്കാനുള്ളൊരു സാധ്യത പലരും പറയുന്നുണ്ട് ഈ പറഞ്ഞ അഗ്രികൾച്ചറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടും. പിന്നെ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ ഒന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമുകളുടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, 2 ന്യൂ ഇനീഷ്യേറ്റീവ്സ് വരാം. പിന്നെ മൂന്നാമതായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടും വിപണി നോക്കുന്നതും ഫിസിക്കൽ ഡെഫിസിറ്റിനെ അത് എന്തുമാത്രം അതിൽ കൊടുക്കുന്നു എന്നുള്ള കുറയ്ക്കാൻ വേണ്ടി, അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം കൊടുക്കാമെന്ന്. കാര്യം വെച്ചാൽ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ പോലും RBI ഡിവിഡൻ്റായിട്ട് ഗവൺമെൻറ് പ്രതീക്ഷിച്ചിരുന്നത് 1 ലക്ഷം രൂപയാണ്. അല്ല 1 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. 1.05 lakh crores ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അതിനേക്കാട്ടും 100% മേലെ അല്ലെങ്കിൽ 1 ലക്ഷത്തിലധികം കോടി രൂപയാണ് അധികമായിട്ട് ഒരു വിൻഫോൾ ഗെയിൻ എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒന്നുകിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു പോർഷൻ കൊടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമത് നിലവിലുള്ള സ്കീമുകളിൽ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അലോക്കേഷൻ വരാം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് PM കിസാൻ പറഞ്ഞത്. പിന്നെ ഇപ്പം തന്നെ നമുക്ക് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു, ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരതിലെ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ചികിത്സ സൗജന്യമാക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇൻഷുറൻസ് കവറേജ് 5 ലക്ഷത്തിൽ 10 ലക്ഷമാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ വരുന്നൊരു 12,000 അല്ലെങ്കിൽ 15,000 കോടി രൂപയുടെ അധിക ചിലവ് വരുന്നു. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യാനും ഈ ഇതിലൂടെ RBIയുടെ ഡിവിഡൻറ്റിലൂടെ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പുതിയ ഇനീഷ്യേറ്റീവുകൾ സ്വാഭാവികമായിട്ട് ഡിജിറ്റലൈസേഷനാണ്, ഡിജിറ്റൽ ഇന്ത്യയാണ് ഗവൺമെൻറ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ മേഖലകളിലേക്കുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇൻഫ്രയിലോട്ട് അധികം ഈ ഒരു ഫണ്ടിൽ നിന്ന് കൊടുക്കുമോ? അതിനേക്കാളേറെ ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ക്യാപെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ദീർഘകാല ലോൺ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് ബെറ്റർ ആവും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ. അതേസമയം ഈ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് ഇച്ചിരൂടെ കേന്ദ്രീകൃതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതും കിട്ടും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോവിഡിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇൻഫ്രയിലോട്ടുള്ള അലോക്കേഷൻ 30% വെച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇപ്പോൾ 11 ലക്ഷത്തി ആ ഒരു റേഞ്ചിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബേസിക്കലി ഇത്രയും ഹയർ റേറ്റിൽ അലോക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം മെയിൻ്റനൻസ് ഒരു പാർട്ടൂടെ ഉണ്ട്. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിക്കാതെ ഈ ചെയ്തതിൻ്റെ പരിപാലനം കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇതേ പേസിലും വേണമെന്നില്ല. നിലവിലുള്ളത് അനൗൺസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം, അതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കണം, അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ഒരു അവസ്ഥയിലുണ്ട്. പിന്നെ BSNL എന്തെങ്കിലും ഇതിൽ നിന്ന് ഗുണം കിട്ടുമോ എന്നുള്ളത് ഈ RBIയുടെ ഡിവിഡൻറ്റ് കിട്ടിയേക്കുന്നുണ്ട്. പക്ഷേ അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വേണ്ടി എടുക്കാൻ പറ്റും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻ ദ സെൻസ് ഇപ്പം BSNL അങ്ങനെ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് കൂടുതൽ ക്യാപെക്സ് ചെയ്യുന്നത് മൂലധന ചെലവിൻ്റെ ടെക്നോളജിക്ക് വേണ്ടി എടുക്കുന്നത് സ്വകാര്യ കമ്പനികളുണ്ട്. അപ്പോൾ അവരത് പിന്നോക്കം പോയാൽ അത് നമ്മുടെ രാജ്യത്തെ ഗ്രോത്തിനെ ബാധിക്കാം. ഇപ്പോൾ ഓൾറെഡി താരിഫ് റേറ്റ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അത് സാധാരണക്കാരെ സംബന്ധിച്ചൊരു ഗണ്യമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം തന്നെ. അത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ കമ്പയറബിൾ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ കമ്പയറബിൾ ചീപ്പ് ഡാറ്റയും വോയിസ് കോളിൻ്റെ റേറ്റും നമുക്ക് തന്നെയാണുള്ളത്. അപ്പം ഓൾറെഡി അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുമ്പോൾ സർക്കാർ ഇപ്പോൾ ഇതിന് വേണ്ടി ഇത്ര കാശ് മുടക്കണോ എന്നുള്ളത് ചോദിക്കുന്നത്. അത് ഞാൻ പ്ലസും മൈനസും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം എന്തായാലും ഈ 2 ലക്ഷം കോടി അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രതീക്ഷയെക്കാട്ടും എന്തായാലും 1 ലക്ഷം കോടിയാണ് ഉള്ളത്. ഇപ്പം ഫിനാൻഷ്യൽ ഇയർ 23 എന്ന് വെച്ച് നോക്കുമ്പോൾ 140% വർധനയുണ്ട് ഡിവിഡൻറ്റിൽ. പക്ഷേ എന്നിരുന്നാലും ഗവൺമെൻറ് പ്രതീക്ഷയുടെ 1 ലക്ഷം കോടി രൂപ അതിൽ അധികമാണ് ശരിക്കും വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ആ 1 ലക്ഷത്തിൻ്റെ വെച്ചിട്ടുള്ള കണക്കാണ് ഓൾറെഡി അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ സർപ്രൈസുകൾ അതുപോലെ ടാക്സ് ഓപ്സ് ഒന്നും മിഡിൽ ക്ലാസ്സിന് അധികം ഉണ്ടാവുമോ എന്നറിയത്തില്ല. പക്ഷേ ചിലപ്പോൾ ടാക്സ് സ്ലാബിൻ്റെ അകത്ത് 2 സ്ലാബൂടെ ചിലപ്പോൾ ഒരു ഇടയിൽ കൊണ്ടുവന്ന് ഇച്ചിരിയുടെ ഒരു ബേഡൻ ലഘൂകരിക്കാനുള്ള ശ്രമം നടത്താം മിഡിൽ ക്ലാസ്സിനുള്ളൊരിത്. അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീമിലേക്ക് ഓൾഡ് റെജീം കംപ്ലീറ്റ് ഉടനെ നിർത്താൻ സാധ്യതയില്ല. പക്ഷേ കൂടുതൽ പേരെ ന്യൂ റെജീമിലോട്ട് വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ചില ഇൻസെൻറ്റീവ്സ് ന്യൂ റെജീമിൽ കുറേ കൂടി ഓഫർ കൊടുക്കുക. അത് ഈ പൈസയിൽ ഇപ്പോൾ ഈ കിട്ടിയ ഡിവിഡൻറ്റിൻ്റെ പുറത്ത് ആ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്ത് വേണ്ടി ആ ഇൻസെൻറ്റീവ് വേണ്ടി തൽക്കാലത്തേക്ക് കൊടുക്കാൻ പറ്റും. വേറൊരു കാര്യം, കഴിഞ്ഞ 2 ബജറ്റുകൾ അപേക്ഷിച്ച് ഈ ബജറ്റിൽ
പൊളിറ്റിക്കൽ സമ്മർദ്ദം കൂടുതലായിരിക്കാനുള്ള സാധ്യതയില്ലേ? ഒരു ഭാഗത്ത് നിതീഷ് കുമാറും മറുഭാഗത്ത് ചന്ദ്രബാബു നായിഡു ഉണ്ടാക്കുന്ന സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ സർക്കാർ നിർബന്ധിതരാകുമോ ഈ ബജറ്റിലൂടെ? അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ സ്പെഷ്യൽ പാക്കേജുകൾക്ക് NDA അല്ലെങ്കിൽ BJP പ്രഖ്യാപിതമായി എതിരാണെന്നുള്ള നിലപാട് നമ്മൾ കണ്ടിട്ടുള്ളത്. നിലവിൽ സഖ്യകക്ഷി സർക്കാരിന് മുകളിൽ വഴങ്ങുകയാണെങ്കിൽ അത് വിപണിയെ സംബന്ധിച്ച് നെഗറ്റീവാണ്. പക്ഷേ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലായാലും ബീഹാറിലായാലും 2 തരത്തിലുള്ള കേസുകളുണ്ട്. ആന്ധ്രയിലെ ഹൈ ഡെറ്റാണ് അവിടുത്തെ ഒരു ഇഷ്യൂ. അപ്പം അവർക്കൊരു അസിസ്റ്റൻസ് വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതെങ്ങനെ നൽകണമെന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പർട്ടിക്കുലർ ഈ വേർഡ് ഉപയോഗിച്ച് തന്നെ വേണോ, അല്ലാതെ അവർക്ക് ആവശ്യമുള്ളൊരു സഹായം അല്ലാതെ രീതിയിൽ എത്തിച്ചാൽ മതി എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബഡ്ജറ്റിലൂടെ മാത്രമേ കാണാൻ പറ്റൂ. അത് എന്തായാലും പക്ഷേ അവർക്ക് രണ്ടുപേർക്കും 2 സംസ്ഥാനങ്ങൾക്കും ഒരു സഹായം അത്യാവശ്യമാണ്. അത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഒരു സ്റ്റാറ്റസിൽ വെച്ച് കൊടുക്കണോ, അതല്ലാതെ അവർക്ക് ആവശ്യമായ സഹായം വേറെ ഏതെങ്കിലും മറ്റൊരു രൂപത്തിൽ എത്തിക്കുകയാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ. കൂടുതലും മറ്റൊരു രൂപത്തിൽ ആ സഹായം എത്തിക്കാനായിരിക്കും സാധ്യതയെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ബജറ്റുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകളുമായി വീണ്ടും എത്താം. ബജറ്റിന് ശേഷം കൂടുതൽ വിശകലനാത്മകമായ ചർച്ചകളുണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.